ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വാൽപ്പാറയ്ക്കാണ് കേട്ടോ. ഞങ്ങളുടെ യാത്ര തുടങ്ങി. വാൽപ്പാറയ്ക്ക് പലരും പോയി കാണും അല്ലേ? പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ അതിരപ്പിള്ളി വാഴച്ചാൽ റൂട്ടിലൂടെയുള്ള യാത്ര പലരും പോയി കാണും ഇതുവഴി. ഞങ്ങൾ പല പ്രാവശ്യമായി പോകുന്നു. എന്തായാലും വാൽപ്പാറയ്ക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. പോകുന്ന വഴി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ടായിരിക്കണം ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. മുന്നിലും പുറകിലൊക്കെ ആയിട്ട് കാറുകളും ബസ്സുകളും ഒക്കെ ഉണ്ട്. അതാ ഞങ്ങളുടെ ടീം ഇവിടെ എൻജോയ്മെന്റ് ആണ് കേട്ടോ. അമലേട്ടൻ, ഗ്രീഷ്മ ചേച്ചി, കുഞ്ഞു, മാക്കു, കേശു, അങ്ങനെ ഞങ്ങൾ. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടോ, ചെർപ്പ വാട്ടർഫാൾസ്. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, പക്ഷേ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ സാധിക്കും. ഞങ്ങളും ഇറങ്ങി, കുറച്ച് വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഇറങ്ങി കുറച്ച് ഫോട്ടോസും സ്റ്റിൽസൊക്കെ എടുത്ത് അന്നേരം ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് ഫാമിലിയെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ചെറിയൊരു മഴ പൊടിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടി കയറി. വീണ്ടും ബ്ലോക്ക്. ഇത് വലിയൊരു ബ്ലോക്കായിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയൊരു വഴിയല്ലേ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് മയിൽസാറിനെ കണ്ടു. അടിപൊളി. ആളവിടെ കൊത്തിപ്പറക്കിയൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല, കാറിൽ നിന്ന് തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങ് യാത്ര തുടങ്ങി. മയിൽസാറും താഴേക്ക് ഇറങ്ങിപ്പോയി. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള റൂട്ടാണിത്. എന്നത്തെ പോലെ പച്ചപ്പ് തന്നെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മഴയും വെയിലും മാറി മാറി വരുന്നതുകൊണ്ടേ പലയിടത്തും ചൊറിയാമ്പോൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിരുന്നു. ഈ സൺറൂഫൊക്കെ ഇട്ട് കുട്ടികളെ മുകളിൽ കയറ്റി പോകുന്നവർക്ക് ഒന്നും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് നൂലിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവരുടെ മേത്തെങ്ങാനും മുട്ടി പറയേണ്ട കാര്യമില്ലല്ലോ, ചൊറിഞ്ഞ് ശരിയാകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഷോളയാർ ഡാം. പലപ്പോഴും വായിച്ചിട്ടൊക്കെ ഉണ്ടെന്നല്ലാതെ ഷോളയാർ ഡാം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കണ്ടത്. മുകളിലേക്കൊന്നും ഞങ്ങൾ കയറാൻ നിന്നില്ല, കാരണം നല്ല ചൂടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് താഴെ നിന്ന് കണ്ടു. ഞങ്ങൾ അങ്ങനെ വാൽപ്പാറയിൽ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ലൊരു പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് കാറൊക്കെ നിർത്തി ഇറങ്ങിയതാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കാറിലേക്ക് തിരിച്ചു കയറി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുട്ടികൾക്ക് കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചൂടായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇത്ര തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും നല്ല തണുത്ത കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. വാൽപ്പാറ എത്തുമ്പോൾ ശരിക്കും മൂന്നാറിന്റെ ഒരു പ്രതീതിയാണ് അല്ലേ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ടീ പ്ലാന്റേഷൻസ് ആണ്. ടാറ്റയുടെ കോഫി ആൻഡ് ടീ പ്ലാന്റേഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഭൂരിഭാഗവും. ശരിക്കും മൂന്നാറിലൂടെ പോകുന്ന ഒരു ഫീൽ അല്ലേ. എനിക്ക് ശരിക്കും വാൽപ്പാറയിൽ ഇതുപോലെ ടീ എസ്റ്റേറ്റ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം ആദ്യമാണ് പോയി ഇവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാണാനെന്ന് മനസ്സിലായത്. അതോടുകൂടിയാണ് വാൽപ്പാറയ്ക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുദിച്ചത്. അങ്ങനെയാണ് ഈ യാത്രയുടെ തുടക്കം. പോകുന്ന വഴിതാ അടിപൊളി ഒരു സ്ഥലം കിട്ടി കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. നോക്കിക്കേ, അടിപൊളിയല്ലേ. ഇങ്ങനത്തെ സ്ഥലം കണ്ട് ആരെങ്കിലും വിടോ? ഫോട്ടോസ് എടുക്കാണ്ട് നമ്മൾ കയറില്ല മക്കളെ. ഞങ്ങളും ഇറങ്ങി കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് തകർത്ത്. ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. വേറെ ആരല്ല, ഇതാ നിൽക്കുന്നു ഒരു കാട്ടുപോത്ത്. ആള് പതുക്കെ തലയൊക്കെ പൊക്കി നോക്കണ്ട കേട്ടോ. ഞാനിവിടുന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി കാണിച്ചു, പക്ഷെ ആള് മൈൻഡ് ഒന്നും ചെയ്തില്ല. ആള് പതുക്കെ തേയിലയൊക്കെ തിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. നോക്കി. അടിപൊളി. എന്തായാലും അത് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ഇവിടെ അധികം സ്ഥലങ്ങളൊന്നും കാണില്ല കേട്ടോ. വലിയ ഹോട്ടലുകളൊന്നും നമ്മളങ്ങനെ കാണില്ല. അപ്പോൾ കിട്ടിയ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കും. ഫുഡ് കഴിഞ്ഞാൽ വരുന്ന വഴിയാണ് സിംഹവാലൻ കുരങ്ങനെ ഇരിക്കുന്നതുണ്ടോ. വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഒരു വളവായിരുന്നേ. അവിടെ ആണെങ്കിൽ 2 ചേട്ടന്മാർ ഇവിടെ സിംഹവാലൻ കുരങ്ങളുണ്ട്, സൂക്ഷിക്കണം എന്ന പ്ലക്കാർഡ് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടി ഒന്ന് നിർത്താണ്ട് ഞങ്ങളും കൂടെ പോകും. അടുത്തൊരു വ്യൂ പോയിന്റ്. അടിപൊളിയല്ലേ. ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. നല്ല തണുപ്പായിരുന്നു, തണുത്ത കാറ്റും. എന്തായാലും ഇതൊക്കെ ആസ്വദിച്ച്
വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴേക്കും മഴ തുടങ്ങി. ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നത് അതിരപ്പള്ളി വഴി തന്നെയല്ല കേട്ടോ. ഞങ്ങൾ പൊള്ളാച്ചി വഴി വരാൻ തീരുമാനിച്ചു. ഹെയർ പിൻ വളവുകളുണ്ട്. ഒരു 40 ഹെയർ പിൻ വളവ് ഇറങ്ങി വേണം നമ്മൾക്ക് പൊള്ളാച്ചിയിലെത്താൻ. ഇതൊരു ഹെയർ പിൻ വളവാണ് കേട്ടോ. ഇതുപോലെ 40 ഹെയർ പിൻ വളവുകളാണ് നമ്മൾ ഇറങ്ങുന്നത്. ഓരോ ഹെയർ പിൻ വളവിനും അവർ അവിടെയുള്ള ഓരോ ജീവികളുടെ പേരിട്ട് ഒരു വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മലമുകളിൽ നിന്നുള്ള വ്യൂ ആണിത് കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾ വണ്ടി നിർത്തിയൊന്നുമില്ല, ജസ്റ്റ് പാസ് ചെയ്തിങ്ങ് പോന്നു. എനിക്ക് തോന്നുന്നു തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ തന്നെ ആയിരിക്കണം അത്. നോട്ട് ഷുവർ. അങ്ങനെയാണെന്ന് തോന്നുന്നത്. എന്തായാലും നല്ല പച്ചപ്പും നിറയെ തെങ്ങുകളാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. വണ്ടി ഇടയ്ക്കൊന്ന് നിർത്തിയ സമയത്താണ് ഒരാള് ഇവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. ഞങ്ങൾ പക്ഷെ ഒന്നും കൊടുത്തില്ല, വെറുതെ പ്രോത്സാഹിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആള് വന്ന് കുറച്ചു നേരമൊക്കെ ഇരുന്ന് അവസാനം കാർ എടുത്തപ്പോൾ തന്നെ താനെ ഇറങ്ങിപ്പോയി. വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയിരുന്ന വിഷമത്തിൽ കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടം കണ്ടെത്തി. കുരങ്ങ് വെള്ളച്ചാട്ടം. ഇവിടെ എൻട്രി ഫീ ഒരു 250 രൂപ കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും കുളിക്കാനും വസ്ത്രങ്ങൾ മാറാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നല്ല തണുത്തുള്ളതാണ് കേട്ടോ വരുന്നത്. നല്ല തിരക്കായിരുന്നു ഇവിടെ. ഞാൻ ജസ്റ്റ് കാലൊക്കെ ഒന്ന് അരച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ 4 പേര് വിളിച്ച് എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പൊള്ളാച്ചിക്ക് പോലെ ഞങ്ങൾ ആനമല വഴിയാണ് തിരിച്ചു വന്നത് കേട്ടോ. നല്ല റോഡിൻ്റെ ഇരുവശങ്ങളും നല്ല ഭംഗിയുമായിരുന്നു കാണാനായിട്ട്. തെങ്ങിൻ തോപ്പുകളും പുളിമരങ്ങളും ഒക്കെ ആയിട്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങിയൊന്നുമില്ല. ഇടയ്ക്ക് ചായ കുടിക്കാൻ ഇറങ്ങി, പിന്നെ രാത്രി ഫുഡ് കഴിച്ചു. കേരളത്തിൽ കൊല്ലങ്കോട് വഴിയാണ് നമ്മൾ വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി 10 മണി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തി. ഇനി അടുത്ത രാത്രി കാണുന്നവരെ ടാറ്റാ.